നമസ്കാരം. കേൾക്കാം ഇന്നത്തെ പത്രങ്ങൾ. മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുന്നു. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2025 ജനുവരി 29 ബുധനാഴ്ച. ഞാൻ എം ജയപ്രകാശ്. നെന്മാറയിൽ 3 പേരെ കൊലപ്പെടുത്തിയ ചെന്താമര പോലീസ് പിടിയിലായി. എന്നാൽ ഇതല്ല മുൻനിര പത്രങ്ങളിലെ പ്രധാന തലക്കെട്ട്. വിപണിയിൽ പണലഭ്യത ഉയർത്താൻ RBI സ്വീകരിച്ച നടപടികളും പലിശ നിരക്ക് കുറയുമെന്ന പ്രതീക്ഷയുമാണ് പണം വരുന്നു എന്ന തലക്കെട്ടിൽ മാതൃഭൂമി ലീഡ്. PF പെൻഷനിൽ വെട്ടുവേണ്ട എന്ന ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് മലയാള മനോരമ ലീഡാക്കി. വിവാദ വ്യവസ്ഥകൾ ഏതാണ്ട് എല്ലാം നിലനിർത്തി വഖഫ് ഭേദഗതിയിൽ കേന്ദ്രം മുന്നോട്ടു പോവുകയാണ്. വഖഫിൽ കടുപ്പിച്ച് എന്ന് മാധ്യമം തലക്കെട്ട്. കാലിക്കറ്റ് ഡീസോൺ കലോത്സവത്തിനിടെ വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് തമ്മിലടിച്ചു. ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC പുരസ്കാരം ജസ്പ്രീത് ബുംറയ്ക്കാണ്. പത്രവാർത്തകൾ നമുക്ക് വിശദമായി നോക്കാം. ആദ്യം ചെന്താമര പിടിയിലായ വാർത്തയിലേക്ക് തന്നെ പോകാം. 2 പേരെ ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം ഒളിവിൽ പോയ നെന്മാറ പോത്തുണ്ടി തിരുത്തമ്പാടത്ത് ചെന്താമരയെ 2 രാത്രിയും 2 പകലും നീണ്ട പരിശ്രമത്തിനൊടുവിൽ പോലീസ് പിടികൂടി. പോത്തുണ്ടി വനമേഖലയിൽ ഒളിവിലായിരുന്ന പ്രതി വീട്ടിലേക്ക് ഭക്ഷണം തേടി വരുന്നതിനിടെ രാത്രി 10 മണിയോടെയാണ് കസ്റ്റഡിയിലായത്. ഒട്ടും കുറ്റബോധമില്ലാത്ത ഭാവത്തിലായിരുന്നു ചെന്താമര. 5 പേരെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നതെന്നും 5 പേരെ കൊലപ്പെടുത്താനാണ് ഉദ്ദേശിച്ചിരുന്നതെന്നും അതിൽ 2 പേരെ മാത്രമേ ഇപ്പോൾ വകവരുത്തിയിട്ടുള്ളൂവെന്നും അയാൾ പോലീസിന് മൊഴി നൽകിയതായി അറിയുന്നു. നെന്മാറ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതോടെ പ്രതിക്കെതിരെ രോഷവുമായി ജനങ്ങളെത്തി. പ്രതിയെ കാണിക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ പേർ തടിച്ചുകൂടിയതോടെ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റും വാതിലും അടച്ചു. ജനം ഗേറ്റ് തല്ലിത്തകർത്ത് അകത്തു കയറിയതോടെ പോലീസിന് ലാത്തി വീശേണ്ടി വന്നു. പെപ്പർ സ്പ്രേ ഉപയോഗിച്ചതായും നാട്ടുകാർ പറഞ്ഞു. രാത്രി തന്നെ പോലീസ് ചെന്താമരയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയെന്ന് DYSP N മുരളീധരൻ അറിയിച്ചു. ക്ഷീണിതനായിരുന്നെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു. ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. 5 വർഷം മുൻപ് നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിലായിരുന്ന ചെന്താമര ജാമ്യത്തിലിറങ്ങിയാണ് സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൂടി കൊലപ്പെടുത്തിയത്. ഇന്നലെ വൈകിട്ട് 7:45 മാട്ടായി വനമേഖലയിൽ പ്രതിയെ കണ്ടതായി പ്രചാരണമുണ്ടായി. അതേസമയം പോത്തുണ്ടി വനമേഖലയിലായിരുന്നു ഇയാളെന്നാണ് കരുതുന്നത്. ആലത്തൂർ DYSP N മുരളീധരന്റെ നേതൃത്വത്തിൽ 100-ലധികം പേർ ഉൾപ്പെട്ട പോലീസ് സംഘമാണ് തിരച്ചിൽ നടത്തിയത്. അതിനിടെ ഇരട്ടക്കൊലയ്ക്ക് കാരണമായ പോലീസ് വീഴ്ചയിൽ നെന്മാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ M മഹേന്ദ്രസിംഹനെ സസ്പെൻഡ് ചെയ്തു. പോലീസിന് വീഴ്ച സംഭവിച്ചതായി ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇൻസ്പെക്ടറെ ഉത്തരമേഖല IG സസ്പെൻഡ് ചെയ്തത്. ജാമ്യ പകർപ്പ് സ്റ്റേഷനിൽ ഇല്ലാത്തതിനാലാണ് നടപടി സ്വീകരിക്കാതിരുന്നതെന്ന ഇൻസ്പെക്ടറുടെ വിശദീകരണം മുഖവിലക്കെടുത്തില്ല. പ്രതി തങ്ങളുടെ വീടിനു സമീപം താമസിച്ച് ഭീഷണിപ്പെടുത്തിയ വിവരം പോലീസിൽ അറിയിച്ചിട്ടും നടപടിയെടുത്തില്ലെന്നും കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ അഖില കുറ്റപ്പെടുത്തിയിരുന്നു. കൊല്ലപ്പെട്ട സുധാകരന്റെയും ലക്ഷ്മിയുടെയും മൃതദേഹം ഇന്നലെ വീട്ടിൽ പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു. വിവാദ വ്യവസ്ഥകൾ നിലനിർത്തി വഖഫിൽ കടുപ്പിച്ച് എന്ന തലക്കെട്ടിൽ മാധ്യമത്തിൽ വാർത്ത. പ്രതിപക്ഷത്തിന്റെയും മുസ്ലിം സമുദായത്തിന്റെയും സംസ്ഥാന വഖഫ് ബോർഡുകളുടെയും കടുത്ത എതിർപ്പുകൾക്കിടയാക്കിയ വിവാദ വ്യവസ്ഥകൾ ഏതാണ്ടെല്ലാം നിലനിർത്തി കണ്ണിൽ പൊടിയിടാൻ പേരിന് മാത്രം ഭേദഗതികൾ വരുത്തി 2024 വഖഫ് ബില്ലുമായി മുന്നോട്ടു പോകാൻ സംയുക്ത പാർലമെന്ററി സമിതി ശുപാർശ. തിരക്കിട്ട് പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കാൻ പാകത്തിൽ JPC റിപ്പോർട്ടിനൊപ്പം ഭേദഗതി വരുത്തിയ ബില്ലിന്റെ കരടും JPC അംഗങ്ങൾക്ക് വിതരണം ചെയ്തു. ബുധനാഴ്ച രാവിലെ 11-നുള്ള യോഗത്തിൽ അംഗീകാരത്തിനെടുക്കേണ്ട കരട് റിപ്പോർട്ട് മതിയായ സമയം നൽകാതെ ചൊവ്വാഴ്ച ഏറെ വൈകിയാണ് അംഗങ്ങൾക്ക് നൽകിയത്. വഖഫിന്റെ ചൈതന്യവും ലക്ഷ്യവും നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ വഖഫ് നിയമത്തിന്റെ പേര് മാറ്റരുതെന്ന BJP ഭരിക്കുന്നതടക്കം മുഴുവൻ വഖഫ് ബോർഡുകളുടെയും ഐകകണ്ഠേനയുള്ള ആവശ്യം തള്ളിയാണ് JPC കരട് റിപ്പോർട്ടിന്റെ തുടക്കം. വഖഫ് നിയമം എന്നത് മാറ്റി JPC വഖഫ് നിയമത്തിന് സർക്കാർ നൽകിയ ഉമീദ് യൂണിഫൈഡ് വഖഫ്
മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് എന്ന പേര് തന്നെ വെക്കണമെന്ന് സമിതി ശുപാർശ ചെയ്തു. ഏറെ പ്രതിഷേധത്തിനിടയാക്കിയ വഖഫ് ബോർഡുകളിൽ 2 മുസ്ലിങ്ങൾ വേണമെന്ന വ്യവസ്ഥ കുറെ കൂടി കടുപ്പിച്ചു. എക്സ് ഒഫീഷ്യോ സെക്രട്ടറി അമുസ്ലിമായാലും 2 അമുസ്ലിങ്ങൾ വേറെയും ബോർഡിൽ വേണമെന്നാക്കി. എക്സ് ഒഫീഷ്യോ അംഗമായ സർക്കാർ ജോയിന്റ് സെക്രട്ടറി ഒഴികെ 2 അമുസ്ലിങ്ങൾ വേണമെന്ന പുതിയ ഭേദഗതിയിലൂടെ 2-ൽ കൂടുതൽ അമുസ്ലിം അംഗങ്ങൾക്ക് വഴിയൊരുക്കി. വഖഫ് ബോർഡ് സിഇഒ അടക്കമുള്ളവർ അമുസ്ലിങ്ങളായിരിക്കാമെന്ന വ്യവസ്ഥ നിലനിർത്തുകയും ചെയ്തു. റിപ്പോർട്ടിലെ പ്രധാന ശിപാർശകളും മാധ്യമം വിശദീകരിക്കുന്നുണ്ട്. വഖഫ് ബോർഡുകളിൽ 2 അമുസ്ലിങ്ങൾ വേണം. എക്സ് ഒഫീഷ്യോ സെക്രട്ടറി അമുസ്ലിമായാലും അതുകൂടാതെ 2 അമുസ്ലിങ്ങൾ ഉണ്ടാകണം. അമുസ്ലിങ്ങളും വഖഫ് തർക്കത്തിൽ ഗുണഭോക്താക്കളോ പാർട്ടികളോ ആയിരിക്കുമെന്നത് കൊണ്ടാണ് സംസ്ഥാന വഖഫ് ബോർഡിൽ ചുരുങ്ങിയത് 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തണമെന്ന വ്യവസ്ഥ വെച്ചതെന്നാണ് ന്യായം. ഇതുകൂടാതെ സംസ്ഥാന വഖഫ് ബോർഡിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും മുസ്ലിം സമുദായത്തിൽ നിന്ന് മാത്രമാകണമെന്നില്ല, എല്ലാ സമുദായത്തിൽ നിന്നുമാകാം. 5 വർഷമായി ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന ഒരാൾക്കേ വഖഫ് ചെയ്യാൻ അവകാശമുള്ളൂ എന്ന വ്യവസ്ഥ ഭേദഗതിയിലൂടെ കടുപ്പിച്ചു. 5 വർഷം അമുസ്ലിമാണെന്ന് കാണിക്കുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ആൾക്ക് മാത്രമേ വഖഫ് ചെയ്യാവൂ. 5 വർഷം മുസ്ലിമാണെന്ന് കാണിക്കുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്ന ആൾക്ക് മാത്രമേ വഖഫ് ചെയ്യാവൂ എന്നാണ് പുതിയ വ്യവസ്ഥ. ഒരു സംസ്ഥാനത്ത് വഖഫ് സ്വത്തുക്കൾ സർവേ നടത്തി നിർണയിക്കണമെന്നുള്ള സർവേ ചുമതല വഖഫ് കമ്മീഷണർമാരിൽ നിന്ന് മാറ്റി ഓരോ ജില്ലയിലെയും ജില്ലാ കളക്ടർമാർക്കാക്കിയ വ്യവസ്ഥ ശരിവെച്ചു. ഇങ്ങനെ നീളുന്നു പുതിയ വ്യവസ്ഥകൾ. ഇനി മാതൃഭൂമിയിലെ പ്രധാന വാർത്തയിലേക്കാണ്. വിപണിയിൽ പണലഭ്യത കൂട്ടി RBI. ഇറക്കുക 1.50 ലക്ഷം കോടി. പണലഭ്യതയിലെ കമ്മി 3.13 ലക്ഷം കോടി. രാജ്യത്ത് അടിസ്ഥാന പലിശ നിരക്കിൽ ഉടനടി കുറവ് വരുത്തുമെന്ന പ്രതീക്ഷ ശക്തമാക്കി ബാങ്കിംഗ് സംവിധാനത്തിൽ പണലഭ്യത ഉയർത്താൻ നടപടികളുമായി റിസർവ് ബാങ്ക്. 3 രീതിയിലായി ആകെ 1.50 ലക്ഷം കോടി രൂപയ്ക്കടുത്ത് ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് എത്തിക്കാനാണ് നടപടി. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വഴി 3 ഘട്ടമായി 20,000 കോടി രൂപയുടെ വീതം സർക്കാർ സെക്യൂരിറ്റികൾ RBI വാങ്ങും. ജനുവരി 30, ഫെബ്രുവരി 13, ഫെബ്രുവരി 20 തീയതികളിലാകും ഇത് നടക്കുക. ഇതോടെ വിപണിയിൽ അധികമായി 60,000 കോടി രൂപയെത്തും. ഇതുകൂടാതെ വേരിയബിൾ റേറ്റ് റിപ്പോ VRR ലേലം വഴി 50,000 കോടി രൂപ ലഭ്യമാക്കുന്നതാണ് അടുത്ത നടപടി. ഫെബ്രുവരി 7-നാണ് ലേലം. ജനുവരി 31-ന് $500 കോടി ഡോളർ റുപ്പി മാറ്റത്തിനുള്ള ലേലവും സംഘടിപ്പിക്കുന്നുണ്ട്. ഇതുവഴി 50,000 കോടി രൂപയ്ക്കടുത്ത് ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. PF പെൻഷനിൽ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. പെൻഷനിൽ വെട്ടുവേണ്ട. നിലവിൽ നൽകുന്ന ഉയർന്ന PF പെൻഷൻ പ്രോറേറ്റ വ്യവസ്ഥയുടെ പേരിൽ വെട്ടിക്കുറയ്ക്കരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. EPFO 2024 ഫെബ്രുവരി 14-ലെ പ്രോറാറ്റ ഉത്തരവും ഈ മാസം 18-ലെ വിശദീകരണ ഉത്തരവും ചോദ്യം ചെയ്ത് തിരുവനന്തപുരം സ്വദേശി N. ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെ 41 പെൻഷൻകാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് മുരളി പുരുഷോത്തമന്റെ ഇടക്കാല ഉത്തരവ്. പ്രോറേറ്റയുടെ പേരിൽ ഹർജിക്കാരുടെ ഉയർന്ന പെൻഷൻ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം കോടതി 2 മാസത്തേക്ക് തടഞ്ഞു. കേസ് ഇനി മാർച്ച് അവസാന വാരം പരിഗണിക്കും. 2014 സെപ്റ്റംബർ 1-ന് മുൻപും പിൻപും എന്ന നിലയിൽ സർവീസ് കാലയളവ് 2ആയി വിഭജിച്ച് 2 രീതിയിൽ പെൻഷൻ കണക്കാക്കുകയാണ് പ്രോറേറ്റ വ്യവസ്ഥ വഴി EPF അധികൃതർ ചെയ്തത്. ഇത് സംബന്ധിച്ച് PF അധികൃതർ വിശദീകരണ ഉത്തരവ് ഇറക്കിയ ശേഷം ഈ വിഷയത്തിൽ വന്ന ആദ്യ ബാച്ച് കേസിലാണ് കോടതിയുടെ ഇടപെടൽ. തിരുവനന്തപുരത്തെ ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ നിന്ന് വിരമിച്ച ഹർജിക്കാർക്ക് ശമ്പളത്തിന് ആനുപാതികമായി ഉയർന്ന പെൻഷൻ കിട്ടിയിരുന്നു. എന്നാൽ പ്രോറേറ്റ വ്യവസ്ഥ പ്രകാരം പെൻഷൻ കണക്കാക്കുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന തുക വെട്ടിക്കുറയ്ക്കാൻ നോട്ടീസ് ലഭിച്ചതോടെ ഇവർ കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജിക്കാർക്കു വേണ്ടി അഡ്വക്കേറ്റ് PN മോഹനൻ ഹാജരായി. കാലിക്കറ്റ് ഡി-സോൺ കലോത്സവത്തിൽ തല്ലുമാല. കാലിക്കറ്റ് സർവകലാശാല ഡി-സോൺ കലോത്സവ വേദിയിൽ 100 കണക്കിന് വിദ്യാർത്ഥികൾ ചേരി തിരിഞ്ഞ് 3 മണിക്കൂർ തെരുവിലടിച്ചു.
പരിക്കേറ്റ KSUക്കാരെ കൊണ്ടുപോകുകയായിരുന്ന ആംബുലൻസിനെ 13 കിലോമീറ്ററിലധികം പിന്തുടർന്നും ആക്രമിച്ചു. ഈ സംഭവത്തിൽ കണ്ടാലറിയാവുന്ന 4 SFI പ്രവർത്തകർക്കെതിരെ കൊരട്ടി പോലീസ് കേസെടുത്തു. ക്യാമ്പസിലെ അക്രമത്തിൽ SFI കേരളവർമ്മ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആശിഷ് ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ നിതിൻ ഫാത്തിമ ഉൾപ്പെടെയുള്ള KSU പ്രവർത്തകർക്കും പരിക്കേറ്റു. പെൺകുട്ടികൾ ഉൾപ്പെടെ 20ഓളം പേർക്കാണ് ഇരുവിഭാഗങ്ങളിലുമായി പരിക്കേറ്റത്. ചൊവ്വാഴ്ച അവസാനിക്കേണ്ടിയിരുന്ന കലോത്സവം തിങ്കളാഴ്ച രാത്രിയിൽ നിർത്തിവെക്കുകയും ചെയ്തു. 8 വർഷത്തിനിടെ ആദ്യമായാണ് UDSF കമ്മിറ്റി കലോത്സവ സംഘാടകരാകുന്നത്. തുടക്കം മുതൽ SFI പ്രവർത്തകർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നുവെന്നാണ് സംഘാടകർ ആരോപിക്കുന്നത്. മത്സരം വൈകലും വിധിനിർണയത്തിലെ പാകപ്പിഴയുമാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് മറുവിഭാഗം ആരോപിക്കുന്നത്. ഭാസ്കര കാരണവർ വധക്കേസ് ഷെറിന് ശിക്ഷാ ഇളവിന് മന്ത്രിസഭാ ശുപാർശ. ഭാസ്കര കാരണവർ വധക്കേസിൽ 1-ാം പ്രതിയായ ഷെറിന് ശിക്ഷാ കാലയളവിൽ ഇളവ് നൽകി ജയിൽ മോചിതയാക്കാൻ മന്ത്രിസഭായോഗത്തിന്റെ ശുപാർശ. ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ഷെറിൻ ശിക്ഷ 14 വർഷം പൂർത്തിയാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ അംഗീകരിച്ചാണ് തീരുമാനം. ഭാസ്കര കാരണവരുടെ മകന്റെ ഭാര്യയാണ് ഷെറിൻ. സ്ത്രീ എന്ന പരിഗണനയും മകൻ പുറത്തുണ്ടെന്ന വാദവും അംഗീകരിച്ചാണ് ഇളവ്. ഗവർണർ അംഗീകരിച്ചാൽ ജയിൽ മോചിതയാകാം. 2009 നവംബർ 8-നാണ് ചെങ്ങന്നൂർ ചെറിയനാട് സ്വദേശിയായ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ടത്. ബ്രൂവറിയും മണിയാറും JDSൽ പ്രതിഷേധം. മന്ത്രിയെ പിൻവലിക്കണമെന്ന് ജില്ലാ പ്രസിഡന്റുമാർ. പാലക്കാട് ബ്രൂവറി അനുവദിച്ചതിലും മണിയാർ വൈദ്യുത പദ്ധതി കരാർ സ്വകാര്യ കമ്പനിക്ക് നീട്ടി നൽകിയതിലും വ്യക്തമായ നിലപാടെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് മന്ത്രി K കൃഷ്ണൻകുട്ടിയെ പിൻവലിക്കണമെന്ന് JDSൽ ആവശ്യം. പാർട്ടി നേതൃയോഗം വിളിച്ച് ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഭൂരിഭാഗം ജില്ലാ അധ്യക്ഷന്മാരും സംസ്ഥാന പ്രസിഡന്റിന് കത്ത് നൽകി. ഇതോടെ CPIക്ക് പിന്നാലെ ഇടതുമുന്നണിയിലെ മറ്റൊരു ഘടകകക്ഷിയായ JDSലും ബ്രൂവറിക്കെതിരെ നിലപാട് കടുക്കുകയാണ്. JDS സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ പ്രസിഡന്റുമാരുടെയും യോഗം ബുധനാഴ്ച തിരുവനന്തപുരത്ത് ചേരും. ജലചൂഷണവും പ്രകൃതിനാശവും മൂലം പാലക്കാട് നിന്ന് കോള കമ്പനിയെ കെട്ടുകെട്ടിക്കാൻ മുന്നിൽ നിന്ന JDS അതേ സ്ഥലത്ത് സ്പിരിറ്റ് നിർമ്മാണത്തിന് അനുമതി നൽകുന്നതിനെ എതിർക്കാഞ്ഞതാണ് അമർഷം പുകയാൻ കാരണം. മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ കാലാവധി കഴിഞ്ഞ് കരാർ നീട്ടിക്കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് പാർട്ടി വൈദ്യുതി വകുപ്പ് ഭരിക്കുമ്പോഴാണെന്നതും എതിർപ്പ് കടുക്കാൻ ഇടയാക്കുന്നു. ബുംറ ICCയുടെ മികച്ച താരം. കഴിഞ്ഞ വർഷത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുരസ്കാരം ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയ്ക്ക്. പരിമിത ഓവർ മത്സരങ്ങളിലും ടെസ്റ്റിലും ഒരുപോലെ നേട്ടമുണ്ടാക്കിയത് കണക്കിലെടുത്താണ് ഇന്ത്യൻ പേസ് ബൗളറെ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. മികച്ച വനിതാ താരമായി ന്യൂസിലാൻഡിന്റെ അമേലിയ കെർ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ട്, ഹാരി ബ്രൂക്ക്, ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡ് എന്നിവരെ പിന്തള്ളിയാണ് ബുംറ പുരസ്കാരം സ്വന്തമാക്കിയത്. മറ്റു 3 പേരും ബാറ്റർമാരായിരുന്നു. ഇന്ത്യ ജേതാക്കളായ 2024 T20 ലോകകപ്പിലെ മികച്ച താരമായിരുന്നു 31-കാരനായ ബുംറ. ചൂടുകൂടുന്നു, ജാഗ്രതാ നിർദ്ദേശം. ശൈത്യകാലം വിട്ടുമാറും മുൻപേ സംസ്ഥാനത്ത് ചൂടുകൂടുന്നു. അടുത്ത 24 മണിക്കൂർ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശമേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. തിങ്കളാഴ്ച കോട്ടയത്ത് 37 ഡിഗ്രി ചൂടാണ് രേഖപ്പെടുത്തിയത്. ശ്രീലങ്കൻ നാവികസേന വെടിവെപ്പ്, 5 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. ശ്രീലങ്കൻ നാവികസേനയുടെ വെടിയേറ്റ് 5 ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. ചൊവ്വാഴ്ച പുലർച്ചെ ഡെൽഫ് ദ്വീപിന് സമീപം ബോട്ടിൽ മീൻപിടിക്കാനെത്തിയ 13 പേർക്ക് നേരെയാണ് ശ്രീലങ്കൻ നാവികസേന വെടിയുതിർത്തത്. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി ഇന്ത്യ രംഗത്തെത്തി. ചൊവ്വാഴ്ച ശ്രീലങ്കൻ ആക്ടിംഗ് ഹൈക്കമ്മീഷണറെ
വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചുവരുത്തിയാണ് പ്രതിഷേധമറിയിച്ചത്. ഏത് സാഹചര്യത്തിലും ബലപ്രയോഗം സ്വീകാര്യമല്ലെന്നും വിഷയത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ നിർബന്ധമായും പാലിക്കപ്പെടണമെന്നും ഇന്ത്യ വ്യക്തമാക്കി. 5 പേരും ജാഫ്ന ടീച്ചിംഗ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇവരെ ജാഫ്നയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു. അതേസമയം കൊളംബോയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വിഷയം ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സാധനങ്ങളില്ല, 1000-ഓളം റേഷൻ കടകൾ അടച്ചു. റേഷൻ വ്യാപാരികളുടെയും വിതരണക്കാരുടെയും സമരം അവസാനിച്ചെങ്കിലും റേഷൻ സാധനങ്ങൾ എത്താത്തതിനെ തുടർന്ന് ചൊവ്വാഴ്ച സംസ്ഥാനത്ത് 1000-ഓളം റേഷൻ കടകൾ അടച്ചിട്ടു. 14,014 റേഷൻ കടകളിൽ ഇന്നലെ വൈകിട്ട് 4 വരെ പ്രവർത്തിച്ചത് 13,007 കടകളാണ്. സാധനങ്ങൾ തീർന്നതോടെ വൈകിട്ട് 6:30-യോടെ കടകളുടെ എണ്ണം 12,342 കുറഞ്ഞു. സാധനങ്ങളില്ലാത്തതിനെതിരെ ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ മണ്ഡലമായ നെടുമങ്ങാട്ടെ റേഷൻ കടകൾക്ക് മുന്നിലടക്കം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. ഇതോടെ റേഷൻ കടകളിൽ വിതരണം, സ്റ്റോക്ക് എന്നിവ വിലയിരുത്തുന്നതിനായി മന്ത്രി GR അനിൽ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. വിതരണക്കാരുടെ കുടിശ്ശിക നൽകിയെങ്കിലും കോഴിക്കോട് ടൗൺ, കൊയിലാണ്ടി, കാർത്തികപ്പള്ളി, പാലക്കാട് എന്നിവിടങ്ങളിലെ വിതരണക്കാർ സാധനങ്ങൾ എത്തിച്ചു തുടങ്ങിയിട്ടില്ല. അവരുമായി ബന്ധപ്പെട്ട തൊഴിലാളികളുടെ തർക്കമാണ് കാരണം. അത് തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാൻ DSOമാർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. വരുമാനമുണ്ടെങ്കിലും മുൻ ഭാര്യയ്ക്ക് ജീവനാംശം നിഷേധിക്കാനാകില്ലെന്ന് ഹൈക്കോടതി. വരുമാനമുണ്ടെന്ന പേരിൽ ഭർത്താവിൽ നിന്ന് വേർപിരിഞ്ഞ് ജീവിക്കുന്ന ഭാര്യയ്ക്ക് ജീവനാംശം നിഷേധിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. ഭർത്താവിനൊത്ത് ജീവിച്ചപ്പോഴുള്ള ജീവിത നിലവാരം തുടരാൻ ഭാര്യയ്ക്ക് അർഹതയുണ്ടെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് കൗസർ എടപ്പലകത്തിന്റെ ഉത്തരവ്. വരുമാനമാർഗമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഭർത്താവിൽ നിന്നുള്ള ജീവനാംശം ഭാര്യയ്ക്ക് നിഷേധിച്ച പത്തനംതിട്ട കുടുംബക്കോടതി ഉത്തരവ് റദ്ദാക്കിയ കോടതി ജീവനാംശം തീരുമാനിക്കാൻ നിർദ്ദേശിച്ച് കേസ് കുടുംബക്കോടതിയിലേക്ക് മടക്കി. ഭർത്താവിന് 9 ലക്ഷം രൂപ മാസവരുമാനമുണ്ടെന്നും LIC പെൻഷൻ ഫണ്ടിൽ വലിയ നിക്ഷേപമുണ്ടെന്നുമായിരുന്നു ഭാര്യയുടെ വാദം. മകൾക്കും തനിക്കുമായി 45,000 രൂപയാണ് മാസം ജീവനാംശമായി ഭാര്യ ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ ഭാര്യ ജോലി ചെയ്യുന്നുണ്ടെന്നും മകൾക്ക് പ്രായപൂർത്തിയായതിനാൽ ജീവനാംശത്തിന് അർഹതയില്ലെന്നുമായിരുന്നു ഭർത്താവിന്റെ വാദം. എന്നാൽ ഭാര്യയുടെ താൽക്കാലിക ജോലിക്ക് തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നതെന്ന് വിലയിരുത്തിയ കോടതി കുറഞ്ഞ വരുമാനം ജീവിക്കാൻ മതിയാവില്ലെന്ന് പറയുന്ന പക്ഷം ഭർത്താവിൽ നിന്നുള്ള ജീവനാംശത്തിനുള്ള അവകാശം ഭാര്യയ്ക്ക് നിഷേധിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. തന്നെ ആശ്രയിക്കുന്ന കുട്ടി പ്രായപൂർത്തിയായ ആളാണ് എന്നത് കുട്ടിയുടെ ആവശ്യങ്ങൾക്കായി ഭർത്താവിൽ നിന്ന് ജീവനാംശം കിട്ടാൻ ഭാര്യയ്ക്ക് തടസ്സമല്ലെന്നും കോടതി വ്യക്തമാക്കി. ഡീപ് സീക്ക് ബോംബിംഗിൽ നടുങ്ങി അമേരിക്ക. ചൈനീസ് AI സ്റ്റാർട്ടപ്പിന്റെ മുന്നേറ്റത്തിൽ ChatGPTയും NVIDIAയും മെറ്റയുമെല്ലാം തളർന്നു. NVIDIAയ്ക്ക് $58,900 കോടി നഷ്ടം. US വിപണിയിലെ ഏറ്റവും വലിയ തകർച്ച. അമേരിക്ക ദശലക്ഷക്കണക്കിന് ഡോളർ മുടക്കി വമ്പൻ സാങ്കേതികവിദ്യ നിർമ്മിക്കും. ചൈന കുറഞ്ഞ മുതൽ മുടക്കിൽ അതിന്റെ അനുകരണമിറക്കും. ഇത്തവണയും പതിവ് തെറ്റിയില്ല. അതിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ഡീപ് സീക്ക് R1. ചോദിക്കുന്നതിന് കൃത്യമായി ഉത്തരം നൽകുന്ന AI ചാറ്റ്ബോട്ട്. പുറത്തിറങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ OpenAIയുടെ ChatGPT, ഗൂഗിളിന്റെ ജെമിനി പോലുള്ള വമ്പന്മാരെ പിന്തള്ളി ആപ്പിൾ സ്റ്റോറിലെ ഡൗൺലോഡിൽ മുന്നിലെത്തി. ഡീപ് സീക്കിന്റെ വരവിന് മുന്നിൽ അടിതെറ്റിയവരിൽ AI കമ്പനികൾ മാത്രമല്ല, വൻകിട ചിപ്പ് നിർമ്മാതാക്കളായ NVIDIA പോലുള്ള ടെക് കമ്പനികളുമുണ്ട്. ടെക് മേഖലയ്ക്കൊപ്പം ഓഹരി വിപണികളും ഡീപ് സീക്ക് ഉയർത്തിയ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞു. വിപണി മൂല്യത്തിൽ ലോകത്തെ ഒന്നാമത്തെ കമ്പനിയായ NVIDIA ഒറ്റ ദിവസം കൊണ്ട് 3-ാം സ്ഥാനത്തേക്ക് ഇറങ്ങി. തിങ്കളാഴ്ച മാത്രം NVIDIAയുടെ മൂല്യം 17% ഇടിഞ്ഞതോടെ $58,900 കോടി നഷ്ടമാണ് നേരിട്ടത്. അമേരിക്കൻ ഓഹരി വിപണിയുടെ ചരിത്രത്തിൽ ഒരു കമ്പനിയുടെ മൂല്യത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഇടിവാണിത്. മറ്റ് ടെക് കമ്പനികളും ഇതിന്റെ പ്രഹരശേഷി അറിഞ്ഞു. ആഗോള വിപണികളിലുണ്ടായത്
ലക്ഷം കോടി ഡോളറിന്റെ നഷ്ടം. ലോകത്തെ 500 അതിസമ്പന്നരുടെ സമ്പത്തിലുണ്ടായ ശോഷണം $108 ബില്യൺ. അമേരിക്കൻ കമ്പനിയുടെ AI മേധാവിത്വത്തിനാണ് ഡീപ്സീക്ക് വെല്ലുവിളിയുയർത്തുന്നത്. ലോകത്തെ AI തലസ്ഥാനമാക്കി അമേരിക്കയെ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിൽ ഓപ്പൺ AI, ഒറാക്കിൾ എന്നീ കമ്പനികളുടെ പ്രതിനിധികൾ പ്രഖ്യാപിച്ച സ്റ്റാർഗേറ്റ് പദ്ധതിക്ക് മുതൽ മുടക്കുമെന്ന് പ്രഖ്യാപിച്ചത് $50,000 കോടി. അതിലും കൂടുതൽ തുകയാണ് ഒറ്റ ദിവസം കൊണ്ട് NVIDIAയുടെ മൂല്യത്തിൽ നഷ്ടമായത്. AI രംഗത്തെ സ്പുട്നിക് നിമിഷം എന്നാണ് വിദഗ്ധർ ഡീപ്സീക്കിന്റെ വരവിനെ വിശേഷിപ്പിക്കുന്നത്. 1957 ഒക്ടോബർ 4-ന് അമേരിക്കയെ ഞെട്ടിച്ച് സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് 1 എന്ന ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചതിനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ വരവെന്ന് ടെക് കമ്പനികളുടെ തലവന്മാർ പോലും സമ്മതിച്ചു കഴിഞ്ഞു. അമേരിക്കൻ ടെക് കമ്പനികൾക്കുള്ള മുന്നറിയിപ്പാണ് ഡീപ്സീക്ക് എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. 2023-ൽ തെക്കുകിഴക്കൻ ചൈനയിലെ ഷാങ്ഷൌ എന്ന നഗരത്തിൽ ലിയാങ് വെൻഫെങ് എന്ന ഇൻഫർമേഷൻ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ബിരുദധാരി തുടങ്ങിയ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഡീപ്സീക്ക്. ഓപ്പൺ AI പോലുള്ള വമ്പന്മാർ AI ആപ്പിന് ചെലവഴിക്കുന്ന വൻതുകയുടെ ചെറിയൊരു അംശം മാത്രമാണ് ഡീപ്സീക്ക് R1 എന്ന പുതിയ പതിപ്പിന് ചെലവായതെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. ഈ മാസം അവതരിപ്പിച്ച ആപ്പ് അമേരിക്കയിൽ ഇതിനകം തരംഗമായി മാറി. NVIDIAയുടെ ചിപ്പുകളെയാണ് ഡീപ്സീക്ക് ആദ്യം ആശ്രയിച്ചിരുന്നത്. എന്നാൽ കുത്തക നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ ചൈനയിലേക്കുള്ള ചിപ്പ് കയറ്റുമതിക്ക് അമേരിക്ക വിലക്കേർപ്പെടുത്തിയപ്പോൾ അവർ മറ്റു വഴികൾ തേടി. ചുരുങ്ങിയ ചെലവിൽ ലഭിച്ച ചിപ്പുകളിൽ അധിഷ്ഠിതമായാണ് ഡീപ്സീക്ക് നിർമ്മിച്ചത്. ChatGPT നിർമ്മാതാക്കളായ ഓപ്പൺ AI കഴിഞ്ഞ വർഷം മാത്രം $500 കോടി സാങ്കേതിക ഗവേഷണങ്ങൾക്കായി ചെലവഴിച്ചത്. എന്നാൽ കേവലം $56 ലക്ഷം മാത്രം ചെലവഴിച്ചാണ് ഡീപ്സീക്ക് നിർമ്മിച്ചതെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. മറ്റ് കമ്പനികൾ $10 കോടി മുതൽ $100 കോടി വരെ AI ആപ്പ് നിർമ്മാണത്തിനായി മുടക്കുന്ന സ്ഥാനത്താണ് ഇത്. ചെറിയ മുതൽ മുടക്കിൽ മികച്ച AI ആപ്പ് പുറത്തിറക്കാൻ കഴിയുമെങ്കിൽ ശതകോടികൾ മുടക്കുന്നത് എന്തിന് എന്നാണ് അമേരിക്കൻ ടെക് ലോകത്ത് ഉയരുന്ന ചോദ്യം. ChatGPTയേക്കാൾ മികച്ചതാണ് ഡീപ്സീക്ക് എന്ന് ഉപഭോക്താക്കൾ സാക്ഷ്യപ്പെടുത്തുന്നു. ആളുകൾ കുതിച്ചെത്തിയതോടെ ഡീപ്സീക്കിന് നേരെ സൈബർ ആക്രമണവുമുണ്ടായി. അതിനാൽ ഡൗൺലോഡിന് തടസ്സം നേരിടുന്നതായി പലരും പരാതിപ്പെട്ടു. വാട്സാപ്പ് വഴി നോട്ടീസ് അയക്കൽ വേണ്ട, പോലീസിനോട് സുപ്രീം കോടതി. കുറ്റാരോപിതർക്ക് വാട്സാപ്പ് വഴി നോട്ടീസ് അയക്കൽ പറ്റില്ലെന്ന് സുപ്രീം കോടതി. ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഇതിനായി ഉപയോഗിക്കാൻ ക്രിമിനൽ ചട്ടത്തിൽ വ്യവസ്ഥയില്ലെന്ന് ബെഞ്ച് വ്യക്തമാക്കി. ചട്ടപ്രകാരം മാത്രമേ നോട്ടീസ് നൽകാവൂ എന്ന കാര്യം പോലീസിനെ ഉത്തരവായി അറിയിക്കണമെന്ന് ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, രാജേഷ് ബിന്ദർ എന്നിവരുടെ ബെഞ്ച് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദ്ദേശം നൽകി. ഒരു കേസിൽ അമിക്കസ് ക്യൂറിയായ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ് ലൂത്രയാണ് ഇക്കാര്യം കോടതിയോട് നിർദ്ദേശിച്ചത്. പിന്നാലെ ബെഞ്ച് നിർദ്ദേശം നൽകുകയായിരുന്നു. നേരത്തെ വാട്സാപ്പ് വഴി നോട്ടീസ് നൽകിയിട്ടും കുറ്റാരോപിതൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാകാതിരുന്നത് ലൂത്ര കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു. ക്രിസ് ഗോപാലകൃഷ്ണനെതിരെ കേസ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് പ്രൊഫസർ D. സന്നദുർഗപ്പയെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ ഹണി ട്രാപ്പ് ഗൂഢാലോചന നടത്തിയെന്ന ആരോപണത്തിൽ ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ് ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ 18 പേർക്കെതിരെ പട്ടികജാതി വർഗ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരം കേസ്. സിറ്റി സിവിൽ ആൻഡ് സെഷൻസ് കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സദാശിവനഗർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. IIScയിലെ സെന്റർ ഫോർ സസ്റ്റൈനബിൾ ടെക്നോളജിയിൽ അധ്യാപകനായിരുന്ന തന്നെ പുറത്താക്കാൻ ഹണി ട്രാപ്പ് കേസിൽ ഉൾപ്പെടുത്തിയെന്നാരോപിച്ചാണ് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ദുർഗപ്പ പരാതി നൽകിയത്. 2014-ൽ പരാതിക്കാരനെ കേസിൽ കുടുക്കി പിന്നീട് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടെന്നാണ് ആരോപണം. ജാതീയമായ അധിക്ഷേപത്തിനും ഭീഷണിക്കും വിധേയനായെന്നും ദുർഗപ്പ പരാതിയിൽ പറഞ്ഞു. IISc ബോർഡ് ഓഫ് ട്രസ്റ്റീസ് അംഗമാണ് ഗോപാലകൃഷ്ണൻ. വരുമാനത്തിലും ബാങ്ക് നീക്കിയിരിപ്പിലും BJP മുന്നിൽ.
രാജ്യത്ത് വരുമാനത്തിലും ബാങ്ക് നീക്കിയിരിപ്പിലും BJP മറ്റെല്ലാ പാർട്ടികളെക്കാളും മുന്നിലാണ്. 2024 മാർച്ച് 31 വരെയുള്ള കണക്കുകൾ പ്രകാരം 7113.80 കോടിയാണ് പണമായും ബാങ്ക് നീക്കിയിരിപ്പായും BJPക്കുള്ളത്. കോൺഗ്രസിനാകട്ടെ ഇതേ കാലയളവിൽ സമ്പാദ്യമായുള്ളത് 857.15 കോടിയാണെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പാർട്ടികളുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കൊടുമ്പിരി കൊണ്ട കഴിഞ്ഞ സാമ്പത്തിക വർഷം BJP ഇലക്ട്രൽ ബോണ്ടുകൾ വഴി സമാഹരിച്ചത് 1685.6 കോടി രൂപയാണ്. 2023-24 കാലയളവിൽ പാർട്ടിക്ക് സംഭാവനയിലൂടെയുള്ള വരുമാനത്തിൽ 87% വളർച്ച. കഴിഞ്ഞ സാമ്പത്തിക വർഷം 3967.14 കോടിയാണ് BJPക്ക് സംഭാവനയായി ലഭിച്ചത്. ഭിന്നതകൾ മറന്ന് മുന്നേറാൻ ഇന്ത്യ-ചൈന ധാരണ. ഭിന്നതകൾ ഉചിതമായ രീതിയിൽ പരിഹരിച്ച് ഉഭയകക്ഷി ബന്ധവും സഹകരണവും കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. ദ്വിദിന ചൈന സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയും ചൈനീസ് വിദേശകാര്യ ഉപമന്ത്രി സൺ വിഡോങ്ങുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത്. കിഴക്കൻ ലഡാക്കിലെ അതിർത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വഷളായ പരസ്പരബന്ധം സമീപനാളുകളിൽ മെച്ചപ്പെട്ടുവരുന്നതിന്റെ തുടർച്ചയാണ് പുതിയ തീരുമാനം. കഴിഞ്ഞ വർഷം റഷ്യയിലെ കസാനിൽ ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും നടത്തിയ കൂടിക്കാഴ്ചയിൽ ഉരുത്തിരിഞ്ഞ ധാരണകളുടെ അടിസ്ഥാനത്തിൽ സഹകരണ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുന്നതിനുള്ള ആദ്യപടിയായി ചൈനയിലെ തിബറ്റൻ സ്വയംഭരണ മേഖലയിലെ കൈലാസ് മാനസ സരോവറിലേക്കുള്ള തീർത്ഥാടനം പുനരാരംഭിക്കാൻ തീരുമാനമായി. ഇതിനുള്ള തയ്യാറെടുപ്പുകളെക്കുറിച്ച് ഇരുകൂട്ടരും എത്രയും വേഗം ചർച്ച നടത്തും. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിമാന സർവീസ് പുനരാരംഭിക്കാനുള്ള തീരുമാനമാണ് ചർച്ചയുടെ മറ്റൊരു പ്രധാന ഫലം. കോവിഡ് കാലത്ത് നിർത്തിവെച്ച വിമാന സർവീസ് കിഴക്കൻ ലഡാക്കിലെ അതിർത്തി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പുനരാരംഭിക്കുന്നത് നീളുകയായിരുന്നു. കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ മോദി ശരിയായത് ചെയ്യുമെന്ന് ട്രംപ്. US-ലെ അനധികൃത കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിയായത് ചെയ്യുമെന്ന് കരുതുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫെബ്രുവരിയിൽ മോദി US സന്ദർശിച്ചേക്കുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇരു നേതാക്കളും ദീർഘനേരം ടെലിഫോൺ സംഭാഷണം നടത്തിയതായി വൈറ്റ് ഹൌസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരുന്നു. സംഭാഷണം ഫലപ്രദമായിരുന്നുവെന്നും ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്ന വിഷയം ചർച്ചയായെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായി ഉയർന്ന ചുങ്കം ഈടാക്കുന്ന ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ബ്രസീലിനും തിരികെ കടുത്ത തീരുവ ചുമത്തുമെന്ന് ഫ്ലോറിഡ റിട്രീറ്റിൽ സംസാരിക്കവേ ട്രംപ് തിങ്കളാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഇക്കാര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ആരാഞ്ഞപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേലിനെ പിന്മാറാൻ സാവകാശം അംഗീകരിക്കില്ലെന്ന് ഹിസ്ബുല്ല. ലബനാനിൽ നിന്ന് സേനയെ പിൻവലിക്കാൻ ഇസ്രായേലിന് ഫെബ്രുവരി 18 വരെ സാവകാശം നൽകിയ നടപടി അംഗീകരിക്കില്ലെന്ന് ഹിസ്ബുല്ല. വെടിനിർത്തൽ കരാർ പ്രകാരം 60 ദിവസം കഴിഞ്ഞതിനാൽ സൈന്യത്തെ ഇസ്രായേൽ പിൻവലിക്കണമെന്ന് ഹിസ്ബുല്ല തലവൻ നയീം ഖാസിം ആവശ്യപ്പെട്ടു. ഇസ്രായേൽ സൈന്യത്തിന് പിന്മാറാൻ ഒരു നിമിഷം പോലും സമയപരിധി നീട്ടി നൽകുന്നത് ലബനാനിലെ ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇസ്രായേൽ നിർബന്ധമായും പിന്മാറണം. സൈന്യത്തെ പിൻവലിക്കാൻ വൈകിയാലുണ്ടാകുന്ന പ്രത്യാഘാതത്തിന്റെ ഉത്തരവാദിത്തം ഐക്യരാഷ്ട്രസഭയ്ക്കും US-നും ഫ്രാൻസിനും ഇസ്രായേലിനുമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. അധിനിവേശത്തിന് മറുപടിയായി ഉചിതമെന്ന് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ ഹിസ്ബുല്ലയ്ക്ക് അവകാശമുണ്ടെന്നും നയീം ഖാസിം വ്യക്തമാക്കി. അതിനിടെ തെക്കൻ ലബനാനിൽ പ്രതിഷേധക്കാർക്ക് നേരെ ഇസ്രായേൽ സേന വീണ്ടും വെടിയുതിർത്തു. 2 പേർ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇസ്രായേൽ സേനയെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധിച്ചവർക്ക് നേരെയാണ് നിറയൊഴിച്ചത്. ഞായറാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടിരുന്നു. സമൂഹമാധ്യമ നിയന്ത്രണ നിയമം പാസാക്കി പാകിസ്ഥാൻ. അഭിപ്രായ സ്വാതന്ത്ര്യം വിലക്കാനുള്ള നീക്കമെന്ന ആരോപണങ്ങൾക്കിടെ സമൂഹമാധ്യമ നിയന്ത്രണ നിയമം പാസാക്കി പാകിസ്ഥാൻ പാർലമെന്റ്. വ്യവസായ മന്ത്രി റാണ തൻവീർ ഹുസൈൻ അവതരിപ്പിച്ച
ഇലക്ട്രോണിക്സ് കുറ്റകൃത്യങ്ങൾ തടയുന്ന ബില്ലാണ് ഉപരിസഭയായ സെനറ്റിൽ പാസായത്. ബിൽ നേരത്തെ അധോസഭ അംഗീകരിച്ചിരുന്നു. വ്യാജവാർത്തകളും തെറ്റായ വിവരങ്ങളും പ്രചരിപ്പിക്കുന്നവർക്ക് 3 വർഷം വരെ തടവും 20 ലക്ഷം രൂപ പിഴയും ചുമത്തുന്നതാണ് ബിൽ. സമൂഹമാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതിനും നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഡിജിറ്റൽ അവകാശ സംരക്ഷണ അതോറിറ്റി സ്ഥാപിക്കാനും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അമിത അളവിൽ അണുനാശിനി, ശീതളപാനീയങ്ങൾ പിൻവലിച്ച് കൊക്കക്കോള. ബ്രസൽസ്. അമിത അളവിൽ അണുനാശിനി കണ്ടെത്തിയതിനെ തുടർന്ന് യൂറോപ്യൻ വിപണിയിൽ നിന്ന് ശീതളപാനീയ ഉൽപ്പന്നങ്ങൾ പിൻവലിച്ച് കൊക്കക്കോള. ബെൽജിയത്തിലെ പ്ലാന്റിൽ തയ്യാറാക്കിയ ശീതളപാനീയത്തിലാണ് അമിത അളവിൽ ക്ലോറേറ്റ് രാസപദാർത്ഥം കണ്ടെത്തിയത്. തുടർന്ന് കൊക്കക്കോള, ഫാൻഡ, സ്പ്രൈറ്റ്, മിനിമേഡ്, ഫ്യൂസ് ടീ എന്നിവയാണ് വിപണിയിൽ നിന്ന് പിൻവലിച്ചത്. ഇതോടെ ഇന്നത്തെ കാതിലെത്തും പത്രങ്ങൾ സമാപിക്കുന്നു. ഇനി നാളെ. നന്ദി, നമസ്കാരം.